അയ്യാ വണക്കം. ഒരു മന്ത്രിയായിട്ടിരിക്കണമെങ്കിൽ എന്തോരം കഷ്ടപ്പാടാണ്. അതായത് എത്ര ആൾക്കാരെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ശിവൻകുട്ടി അണ്ണ ഇപ്പോൾ ആലോചിക്കുന്നത്. വല്ല ഉത്തരേന്ത്യയിലും എന്തെങ്കിലും പ്രശ്നം നടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട് ആഹ്ലാദിക്കുന്നത് പോലെയല്ല സ്വന്തം മൂട്ടിൽ പ്രശ്നം നടക്കുമ്പോൾ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ ശിവൻകുട്ടി അണ്ണന് ഹിജാബ് വിഷയത്തോടു കൂടി മനസ്സിലായിരിക്കും. ഹിജാബ് ഒരു സൈഡിൽ നിന്ന് കത്തിക്കയറുമ്പോൾ അതിനെ മൂപ്പിക്കാനായിട്ട് നമ്മുടെ മീഡിയ ഫൺ ചാനൽ കൃത്യമായിട്ടുള്ള രീതിയിൽ അതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. എന്തായാലും ഈ ഹിജാബ് വിഷയത്തിൽ നമ്മൾ എടുത്ത് കാണേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ മന്ത്രി ശിവൻകുട്ടി അണ്ണൻ നല്ലപോലെ അപ്പുറത്തെ വിഭാഗം, അതായത് ഇവിടെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. പോരാത്തതിന് ഇപ്പുറത്തുള്ള ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിനെ വേണ്ട രീതിയിൽ തെറി പറയുന്നുമുണ്ട്. എന്നിട്ട് പോലും ഇപ്പുറത്ത് നിൽക്കുന്ന നമ്മുടെ മീഡിയ ഫണ്ട് അത് കാണുന്നില്ല. അവർ ശിവൻകുട്ടിക്കും തടയാൻ കഴിയാത്ത അനീതി എന്നൊക്കെ പറഞ്ഞാണ് വാർത്ത അടിച്ചു വിടുന്നത്. നിനക്കൊക്കെ എന്തിൻ്റെ കേടടാ എന്നായിരിക്കും ചിലപ്പോൾ ശിവൻകുട്ടി എന്ന ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പ്രശ്നം തുടങ്ങി വെച്ചത് ആരാണ്? സുഡാപ്പികളാണ്, SDPI ആണ്. അതിനെ എങ്ങനെയെങ്കിലും സംഘപരിവാറുമായിട്ട് ബന്ധിപ്പിക്കാൻ എവിടെയെങ്കിലും ഒരു ലൂപ്പ് ഹോൾ കിട്ടുമോ എന്നുള്ളതാണ് പല ആൾക്കാരും നോക്കിക്കൊണ്ട് നടക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ സുരേന്ദ്രൻ്റെ ഒരു വാർത്താ സമ്മേളനം വരുന്നത്. അതിനകത്ത് നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് കിട്ടിയില്ല. പോരാത്തതിന് സുരേന്ദ്രൻ അടിച്ചണ്ണാക്കി കൊടുക്കുകയും ചെയ്തു. സുരേന്ദ്രൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് മാപ്രകളുടെ അണ്ണാക്കി പിരിവെട്ടി എന്നുള്ളത് വേറൊരു കാര്യം. സുരേന്ദ്രൻ യഥാർത്ഥത്തിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്നതാണ് എന്നാണ് സംഘികൾ പോലും സുരേന്ദ്രൻ നോക്കി പറയുന്നത്. പക്ഷേ സംഭവം അതൊന്നുമല്ല, ഇപ്പോഴത്തെ വിഷയം അതൊന്നുമല്ല. ഈ വിഷയം ഒന്ന് കെട്ടടക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് ഇതാ പൊങ്ങി വരുന്ന അടുത്ത വിഷയം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ശിവൻകുട്ടിയാണ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട്, അണ്ണൻ്റെ ഫേസ്ബുക്കിലാണ് പോസ്റ്റ് ഇടുന്നത്. ആ പോസ്റ്റ് CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് പുഷ്പലതയുടെയും സഖാവ് സജിയുടെയും മകൻ അമലും ഇബ്രാഹിം സിയുടെയും ആരിഫ് പിയുടെയും മകൾ ഡോക്ടർ അഫീഫ തസ്നീമും തിരുവനന്തപുരം സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ വിവാഹിതരായി ആശംസകൾ എന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചണ്ണം നിൽക്കുന്ന ഒരു പടമാണ് നമ്മുടെ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത്. അതായത് ഹിന്ദു യുവാവും മുസ്ലിമായിട്ടുള്ള യുവതിയും തമ്മിലുള്ള വിവാഹം, അതാണ് അവിടെ നടന്നത്. അപ്പോൾ ഈ ചിത്രം നമ്മുടെ ശിവൻകുട്ടി അണ്ണൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ഇതിന് പിന്നാലെ നമ്മുടെ ഡബിൾ റഹീമും ഇത് കണ്ടിട്ട് കൊള്ളാമല്ലോ, നല്ലൊരു സെറ്റപ്പാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഡബിൾ റഹീമും ഇവരെല്ലാവർക്കും മാതൃകയാകണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ചിത്രം പോസ്റ്റ് ചെയ്തു. ഇന്നലെ വിവാഹിതരായിട്ടുള്ള അമലിനെയും ഡോക്ടർ അഫീഫയെയും ഇന്ന് വീട്ടിൽ സന്ദർശിച്ചു ആശംസകൾ അറിയിച്ചു. CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് പുഷ്പലതയുടെ മകനും മുൻ SFI നേതാവുമാണ് അമൽ. മതേതരവും വളരെ ലളിതവുമായ വിവാഹം. ഇന്നലെ വിവാഹത്തിന് ഭക്ഷണം ശ്രീചിത്ര പൂർ ഹോമിലെ കുഞ്ഞുങ്ങൾക്കൊപ്പം ബ്ലാ 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 എന്ന് പറഞ്ഞ് അണ്ണൻ ചറപറ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ കമൻറ്റ് ബോക്സ് നിന്ന് കത്തുന്ന കാഴ്ച കാണാനായിട്ട് സാധിച്ചത്. ആ കമൻറ്റ് ബോക്സിൽ വന്ന് സുഡാപ്പികൾ തെറി തന്തയ്ക്കും തള്ളയ്ക്കും മുത്തിക്കും ഒക്കെ പച്ചയ്ക്ക് തെറി വിളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എന്താണ് ഈ സുഡാപ്പികളുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഹിന്ദു യുവാവിന് മുസ്ലിമായിട്ടുള്ള പെണ്ണ്, ഇതാണ് സുഡാപ്പികളുടെ വിഷയം എന്ന് പറയുന്നത്. ഇവർ തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് സുഡാപ്പികളിൽ ചില ആൾക്കാർ വാദിക്കുന്നു. കാരണം അത് മത നിയമത്തിനെതിരാണ്. വേറെ ചില സുഡാപ്പികൾ തനി നാടൻ ശൈലി തന്നെയായിട്ടുള്ള, അതായത് അവരുടെ ട്രഡീഷണൽ രീതി തന്നെയാണ് പിന്തുടരുന്നത്. അതായത് അനക്ക് മരിക്കണ്ടേ പെണ്ണെ എന്നുള്ള രീതിയിലുള്ള ലൈൻ ഇറക്കുന്നു. വേറെ ചില സുഡാപ്പികൾ ഇവരുടെ മാതാപിതാക്കളെ ഓർത്ത് വ്യാകുലപ്പെടുന്നു. ഈ മാതാപിതാക്കളൊക്കെ വളർത്തി വലുതാക്കിയിട്ട് മക്കളൊക്കെ ഇങ്ങനെ വഴിതെറ്റി പോവുകയാണല്ലോ ഈശ്വര എന്ന് പറഞ്ഞുള്ള വ്യാകുലതകളാണ് വേറെ ചില ആൾക്കാർക്കുള്ളത്. വേറെ ചില ആൾക്കാർക്ക് ഈ പെൺകുട്ടിക്ക് സ്വർഗം കിട്ടാത്തതിലുള്ള വ്യാകുലതകളാണുള്ളത് എന്നുള്ളത് മറ്റൊരു കാര്യം. അങ്ങനെ പല 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 ടൈപ്പിലുള്ള വെറൈറ്റീസ് ഓഫ് വ്യാകുലതകളാണ് നമുക്ക് ആ കമൻറ്റ് ബോക്സിന് താഴെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ അവസരം മുതലെടുത്തുകൊണ്ട് തെറി നല്ല രീതിയിൽ മേടിച്ചു കൂട്ടുകയാണ് നമ്മുടെ ഡബിൾ റഹീമും നമ്മുടെ ശിവൻകുട്ടിയാണ് എന്ന് പറയുന്നത്. എന്തായിരുന്നാലും നമുക്ക് ആ കമൻറ്റ് ബോക്സിലെ കമൻറ്റുകളൊന്ന് വായിക്കാം. ആദ്യത്തെ കമൻറ്റ് സമീർ അത്താണി ചേട്ടൻ ഇട്ടിരിക്കുന്നത്, മുസ്ലിമായ മറ്റൊരു DYFI നേതാവ് ഒരു ക്രിസ്ത്യാനി കുട്ടിയെ കല്യാണം കഴിച്ചിരുന്നു. ആ കല്യാണ ഫോട്ടോ ഒരു CPM നേതാവും ഷെയർ ചെയ്തതായി കണ്ടില്ല. അവരുടെ വീട്ടിൽ പോയി ഫോട്ടോ എടുത്ത് അഭിനന്ദിച്ചതായും കണ്ടില്ല. മാത്രമല്ല സ്ഥലം MLA ജോർജ് M തോമസ് കവലയിൽ മൈക്ക് കെട്ടിവെച്ചത് ലവ് ജിഹാദാണ്. ആ DYFI നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് പ്രസംഗിക്കുകയും ചെയ്തു. അങ്ങനെ പ്രസംഗിച്ചതൊരു സംഘിയല്ല, CPM നേതാവായ MLA ആണ് എന്നതിലൊരു അത്ഭുതവുമില്ല. കാരണം സമകാലിക രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം CPMൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന്. മുസ്ലിം പെൺകുട്ടികളെ വിവാഹം കഴിച്ചാൽ മാത്രമേ സപ്പോർട്ടുള്ളൂ സഖാവേ എന്നുള്ളതാണ് ഇയാളുടെ ചോദ്യം. ഒരു കുഴപ്പമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. നമ്മളിതിലില്ല, നമ്മൾ കണ്ടാൽ മാത്രം മതി എന്നുള്ള രീതിയിലാണ്. എന്തായാലും നജീബ് ഇട്ടിരിക്കുന്നൊരു കമൻറ്റും, വധുവിന് അച്ഛനും അമ്മയും ഒന്നുമില്ലേ? വധുവിൻ്റെ മാതാപിതാക്കളുടെയും പേരും സ്റ്റാറ്റസും ജോലിയും തുടങ്ങിയ വിവരങ്ങളൊന്നും കാണാനില്ല. വരൻ്റെ മാതാപിതാക്കളുടെ എല്ലാ വിവരങ്ങളും ഉണ്ട്. അതെന്താ സഖാവേ വധുവിൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് പറയാനൊരു ബുദ്ധിമുട്ട്? പറയുമ്പോൾ വധുവിൻ്റെയും വരൻ്റെയും മാതാപിതാക്കളെ ഒരുപോലെ കാണണ്ടേ എന്നാണ് നമ്മുടെ നജീബ് MRB ഇട്ടിരിക്കുന്ന പോസ്റ്റ്. ഇനി ഖഫീൽ പുത്തമ്പള്ളി ഇട്ടിരിക്കുന്ന പോസ്റ്റും, മതം ഉപേക്ഷിക്കലാണ് മതേതരത്വം എന്നാണ് സഖാവിൻ്റെ നെറേറ്റീവ്. സ്വന്തം മതം പ്രാക്ടീസ് ചെയ്യുന്നത്
എന്നതോടൊപ്പം മറ്റു മതവിശ്വാസികളെ ബഹുമാനിക്കുകയും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെ വകവച്ച് നൽകലുമാണ് ഇന്ത്യൻ ഭരണഘടന അനുസരിക്കുന്ന മതേതരത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്കിൽ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി അബു ലബീബ കുമ്മനോട് ഇട്ടിരിക്കുന്ന കമൻറ്റ്: കഴിഞ്ഞ ദിവസം താങ്കൾ നേടിയതെല്ലാം ഇതോടെ തകർന്ന് തരിപ്പണമായി ശിവൻകുട്ടി സാറേ. കഴിഞ്ഞ ദിവസം നമുക്ക് സാറിനോട് ഒരു വലിയ ബഹുമാനം ഉണ്ടായിരുന്നു. കാരണം ആ ഹിജാബ് വിഷയത്തിൽ സാർ എടുത്ത നിലപാട് ഞങ്ങൾക്ക് അനുകൂലമായിരുന്നല്ലോ, അതുകൊണ്ടുണ്ടായില്ല. അതൊക്കെ ഇപ്പോൾ തകർന്ന് തരിപ്പണമായിപ്പോയി എന്നാണ് പുള്ളി പറയുന്നത്. ഇതിനായിരുന്നോ ആ കുട്ടിയെ പിന്തുണച്ചത്? ഇതിനായിരുന്നു ആ കുട്ടിയെ ചേർത്ത് പിടിച്ചത്? എൻ്റെ പൊന്നു സാറേ, ഇത് ഇസ്ലാം മതത്തെ അവഹേളിക്കലാണ്. അമ്പട്ട വീര. പോരാത്തതിന് അവർക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ അവർ പോകട്ടെ, അവർ ജീവിക്കട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യം, ഇത് മതേതര ജനാധിപത്യ രാജ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞു മെഴുകുകയാണ്. പോരാത്തതിന് സറഫുദ്ദീൻ ഒഴുക്കൂർ ഇട്ടിരിക്കുന്ന പോസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആകെയുള്ള ഒരു വെറുപ്പ് ഇത് മാത്രമാണ്. പരമാവധി മുസ്ലിം പെൺകുട്ടികളെ പറഞ്ഞു പറ്റിച്ച് രക്ഷിതാക്കളുടെ അനുമതിയില്ലാതെ സഖാക്കൾ വിവാഹം കഴിക്കും, അതിന് പരമാവധി പബ്ലിസിറ്റി കൊടുക്കും, പബ്ലിക്കിൽ തട്ടം ഇടിയിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ കമൻ്റ് അടിച്ചു വിട്ടിരിക്കുന്നത്. ഇനി PK മജീബ് പുതുവായിക്കര ഇട്ടിരിക്കുന്ന ഒരു കമൻറ്റ്: KM ഷാജി സാഹിബ് പറഞ്ഞ വാക്കുകളാണ് ഇവിടെ പ്രസക്തം. ലീഗിൽ നിന്നല്ല പോകുന്നത്, ദീനിൽ നിന്നാണ് പോകുന്നത് എന്നുള്ളതാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് PK മജീദ് ഇട്ടിരിക്കുന്ന പോസ്റ്റ്. എന്തായാലും അജ്മൽ താന്നിയോട് ഇട്ടിരിക്കുന്ന ഒരു കമൻറ്റ് എന്ന് പറയുന്നത്: ഇന്നലെ ഹിജാബ് വിഷയത്തിൽ ശിവൻകുട്ടി സഖാവിനെ പൊക്കി നടന്ന സുഡാപ്പികൾ ഇപ്പോൾ വിത്തുകാളകളെ പോലെ കമൻറ്റ് ബോക്സ് കുത്തിമറിക്കും എന്നാണ് ഇട്ടിരിക്കുന്നത്. അത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. എന്തായാലും സയ്യിദ് യസീൻ ഇട്ടിരിക്കുന്ന ഒരു കമൻറ്റ് എന്ന് പറയുന്നത്: ഇന്നലെ വരെ ഇസ്ലാമിസ്റ്റുകൾ തട്ടം അവകാശമാണ്, ഇന്ന് ഇസ്ലാമിസ്റ്റുകൾ തട്ടമൂര് കാഫിറെ, സമുദായത്തിൻ്റെ വില കളയാൻ മറ്റൊരുത്തനെ കെട്ടിയ കാഫിറി തട്ടമിടാൻ പാടില്ല, ഇടാൻ ആഗ്രഹമുള്ളവർ ഇടും, ഇടാത്തവർ ഇടണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കമൻറ്റ് ബോക്സ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. നൗഫൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇട്ടിരിക്കുന്നത്: CPM മതമില്ലാത്ത ജീവൻ, ഇന്നലെ വരെ തട്ടത്തിന് വേണ്ടി വാദിച്ചപ്പോൾ തെറ്റിദ്ധരിച്ചു പോയി, സോറി എന്നാണ് പുള്ളിക്കാരൻ കമൻറ്റ് ഇട്ടിരിക്കുന്നത്. മൻസൂർ പന്തവൂർ ഇട്ടിരിക്കുന്നത്: സംഘപരിവാറും ഇതേ ലൈനാണ്, കുറച്ചുകൂടെ മുഴുത്ത സുഡാപ്പിയാണ്. ഇവർക്ക് ഇൻകമിങ് പ്രശ്നമല്ല, ഔട്ട് ഗോയിങ് ആണ് പ്രശ്നം, ഔട്ട് ഗോയിങ് ലവ് ജിഹാദ് ആവും. അതേ രീതി തന്നെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുമുള്ളത്. മുസ്ലിമായ സഖാവ് ഇതര മതസ്ഥയെ കല്യാണം കഴിക്കുമ്പോൾ അത് ലവ് ജിഹാദായി പാർട്ടി നടപടിയെടുത്തു. ഹിന്ദുവായിട്ടുള്ള യുവാവ് മുസ്ലിം പെൺകുട്ടിയെ കല്യാണം കഴിച്ചപ്പോൾ അത് വിപ്ലവമായി, പാർട്ടിയുടെയും നേതാക്കളുടെയും ആശംസയും പ്രോത്സാഹനവും. എത്രയോ മുസ്ലിം പെൺകുട്ടികളെ സഹാക്കൾ കൊണ്ടുപോയി പാർട്ടി ഓഫീസിലും അമ്പലത്തിലും വെച്ച് മാലയിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ട്. അതെല്ലാം മതത്തിൻ്റെ വേലിക്കെട്ട് തകർക്കലും പ്രേമ സാഫല്യവും ഒക്കെയാണ് പാർട്ടിക്ക്. മറിച്ചാവുമ്പോൾ ലവ് ജിഹാദും എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്തായാലും യൂത്ത് ലീഗ് ആനക്കോട്ടപ്പുറം ഒരു പേജാണ് വന്ന് കമൻറ്റ് ഇട്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ ചെക്കൻ്റെ പേര് അമലും പെണ്ണ് തട്ടമിട്ട മുസ്ലിമും ആയതുകൊണ്ട് വിപ്ലവാഭിവാദ്യം, മറിച്ചാണെങ്കിൽ ലവ് ജിഹാദ് എന്നാണ് പുള്ളിക്കാരൻ ഇട്ടിരിക്കുന്നത്. വേറെ ഷൗക്കത്ത് അലി ഇട്ടിരിക്കുന്നത്: അല്ലടോ, അവരുടെ ഉമ്മയും ബാപ്പയും ഒക്കെ എവിടെ? ഒളിച്ചോട്ടത്തിനാണ് കൂട്ടു നിൽക്കുന്നതല്ലേ എന്ന്. അതായത് ഒളിച്ചോടി കല്യാണം കഴിക്കുന്നതിനാണല്ലോ നിങ്ങൾ കൂട്ടു നിൽക്കുന്നതെന്നാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത്. ഇനി അടുത്ത ജലീൽ എന്ന് പറയുന്ന ഒരാൾ ഇട്ടിരിക്കുന്ന കമൻറ്റ്: ഹിജാബ് വിഷയത്തിൽ ശിവൻകുട്ടിയുടെ നാടകം കണ്ട് കൈയടിച്ചവർക്ക് പുഴുങ്ങി തിന്നാനുള്ള പോസ്റ്റ് എന്നാണ് ഇട്ടിരിക്കുന്നത്. അതായത് കല്യാണം കഴിക്കാൻ പാടില്ല രണ്ട് ഇതര മതസ്ഥർ തമ്മിലുള്ള, പ്രത്യേകിച്ച് ഇതിനെ ലവ് ജിഹാദുമായിട്ടാണ് ഇവർ കൂട്ടിക്കെട്ടുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇനി മുനീർ ബാബു ഇട്ടിരിക്കുന്നത്: കമൻ്റ് ഇടാൻ നല്ല രസമാണ്, അവനവൻ്റെ വീട്ടിലുണ്ടാകുമ്പോഴേ ഇതിൻ്റെ വിഷമം മനസ്സിലാകൂ എന്നിട്ടിരിക്കുന്നത്. ഇനി അടുത്ത കമൻറ്റ്, അത് നമ്മുടെ AA റഹീമിന് വന്നിരിക്കുന്ന പോസ്റ്റിന് താഴെയുള്ള കമൻറ്റുകളാണ്. ഈ AA റഹീമിൻ്റെ പോസ്റ്റിന് താഴെയുള്ള കമൻറ്റുകൾ എന്ന് പറയുന്നത് കുറച്ചുകൂടെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആൾക്കാരിട്ടിരിക്കുന്ന കമൻറ്റാണ്. ആർക്കാണ് മാതൃക? എന്ത് മതേതരത്വമാണ് ഇവിടെ ഉണ്ടാകുന്നത്? ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരൊക്കെ ഇന്നലെ മുതൽ കേരളത്തിൽ എന്തോ വലിയ മാതൃക ഉണ്ടായി എന്നൊക്കെയുള്ള രൂപത്തിൽ ആഘോഷിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ തന്നെ വളരെ സ്വാഭാവികമായി രണ്ട് വ്യക്തികൾ തമ്മിലെടുത്ത തീരുമാനം ഇത്രമാത്രം ആഘോഷിക്കാൻ എന്തിരിക്കുന്നു? ഇതിലൊക്കെ എന്ത് മാതൃകയാണ് താങ്കളടക്കമുള്ളവർ കാണുന്നത്? മുസ്ലിം പെൺകുട്ടികളെ മതം മാറ്റി വിവാഹം കഴിപ്പിക്കാൻ CPM വല്ലാതെ പണിയെടുക്കുന്നു. യഥാർത്ഥ മുസ്ലിമിനെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ, അല്ലാത്തത് വിവാഹമായി കണക്കാക്കില്ല. തുടർന്നുള്ള വിഷയങ്ങളും അങ്ങനെ തന്നെ. CPM രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക, മതങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ കൊണ്ടുപോകുന്ന പ്രവർത്തനം അവസാനിപ്പിക്കുക, നിങ്ങൾക്കും അത് മാതൃകയാക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹഫീസ് ഷഹീൻ സജാദ് നദ്വി, ഒരു ഉസ്താദാണെന്ന് തോന്നുന്നു, പുള്ളിക്കാരൻ ഇട്ടിരിക്കുന്നത്: വധു മുസ്ലിം ആകുമ്പോൾ മാത്രം പൊട്ടിമുളയ്ക്കുന്നതാണ് സഖാക്കൾക്ക് മതേതരത്വം എന്നത് എന്നാണ് തൻവീർ റാഷിദ് ഇട്ടിരിക്കുന്ന കമൻ്റ് എന്ന് പറയുന്നത്. ഒരു സംശയം, മതം വിട്ട് വിവാഹം കഴിക്കുമ്പോൾ പിന്നെ എന്തിനാണ് ആ തലയിൽ തട്ടം വാരി പൊത്തുന്നത്? ആ വിവാഹത്തോടെ അവളുടെ മുസ്ലിം എന്ന ഐഡൻറ്റിറ്റി ഇല്ലാതായി. ഇസ്ലാം മത വിശ്വാസപ്രകാരം വിവാഹം കഴിക്കേണ്ടത്, പങ്കാളിയാകേണ്ടത് ഷഹത്തത്ത് ചൊല്ലിയ പുരുഷനെ മാത്രമാണ്. അല്ലാത്ത പക്ഷം അവൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ട് തന്നെ ആ തട്ടവും വെറും പ്രഹസനം മാത്രമാണ്. ആ തട്ടത്തെ ബഹുമാനിക്കുന്ന, ഇത് അഭിമാനമായി കൊണ്ട് നടക്കുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകളെ കൊണ്ട്
കൊണ്ട് പറയിപ്പിക്കാതെ അത് അഴിച്ചു മാറ്റൂ, എന്നിട്ട് നീ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കൂ. അർഷു MA എന്ന് പറയുന്ന ഒരു വ്യക്തി ബാബറി മസ്ജിദിൻ്റെ ഫോട്ടോ ഒക്കെ കമൻറ്റ് ബോക്സിൽ, അതായത് DP ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി ഈ ഒരു കമൻറ്റാണ് അതിൻ്റെ താഴെ വന്ന് വാരി പൊത്തിയിരിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഇങ്ങനെ കംപ്ലീറ്റ് ആടിച്ച് ഈടിച്ച് കാടിച്ച് പറിച്ചുള്ള കമൻറ്റുകളാണ് റഹീമിൻ അണ്ണൻ്റെ കമൻറ്റ് ബോക്സിന് താഴെയും നമ്മുടെ ശിവൻകുട്ടി അണ്ണൻ്റെ കമൻറ്റ് ബോക്സിന് താഴെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഇവറ്റകളെയൊക്കെ മേച്ച് കൊണ്ട് പോകണമെങ്കിൽ തന്നെ മുടിഞ്ഞ പാടാണ് എന്ന് നമ്മുടെ ശിവൻകുട്ടി അണ്ണന് മനസ്സിലായി കാണും. അതുകൊണ്ട് ഉത്തരേന്ത്യയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോൾ 2 വരി നമുക്ക് എഴുതിയിട്ടിട്ട് അതിൽ ആഹ്ലാദിക്കുന്ന അത്രയും എളുപ്പമല്ല കേരളത്തിൽ ഒരു കാര്യം നടക്കുമ്പോൾ അതിൻ്റെ താഴെ 2 വരി എഴുതിയിടുന്നത്. അപ്പോൾ ശരി.